ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാക്കൂറുകാർക്ക് 2 ഭാവം ശുദ്ധം, 3-ാം ഭാവം ശുദ്ധം, 4-ാം ഭാവം ശുദ്ധം, 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ശുക്രൻ, 8-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ൽ ചൊവ്വ, 11-ൽ കേതു. പൊതുവെ പറയുകയാണെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്. അതേസമയത്ത് കാളസർപ്പ യോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാളസർപ്പ യോഗം ഈ ജാതകത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരം ചന്ദ്രൻ നിൽക്കുന്ന രാശികൾക്കനുസരിച്ച്, ചന്ദ്രൻ ഇപ്പോൾ തുലാരാശിയിൽ നിൽക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗമില്ല, കന്നി നിൽക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗമില്ല, വൃശ്ചിക രാശിയിൽ നിൽക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗമില്ല, ധനുരാശിയിൽ നിൽക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗമില്ല, മകരരാശിയിൽ നിൽക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗമില്ല. ബാക്കി ഏത് രാശികളിൽ നിൽക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗമുണ്ട് എന്നാണ് പറയാം. ഈ കാളസർപ്പ യോഗം വളരെ ദോഷകരമായിട്ടുള്ളൊരു യോഗം തന്നെയാണ് എന്നെ പറയാം. രാഹുകേതുക്കളുടെ ജനന സമയവും അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ ദശാകാല സമയങ്ങളും അപഹാര സമയങ്ങളും ദോഷകരമായിട്ടിനെ തുടർന്നിരിക്കുന്നവർക്ക് ദോഷകരമായിട്ടുണ്ടാവും. തുലാക്കൂറുകാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു നേട്ടങ്ങളായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത്. രാഹു തന്നെ അനുകൂലത്തിലും കേതും അനുകൂലത്തിലും ശനി അനുകൂലത്തിലുമാണ് നിൽക്കുന്നത്. ശുക്രൻ മാത്രം അനുകൂലത്തിലല്ല. ശുക്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം അനുകൂലമല്ലാത്ത ഭാഗത്തിൽ സ്ത്രീകളാൽ അധികം വാക്കുതർക്കത്തിന് ഇടപെടാതിരിക്കുക, സ്ത്രീകളാൽ അധികം വർത്തമാന ശൈലിയോ മറ്റുള്ളതിനോ പോകാതിരിക്കുക, സ്ത്രീകളാൽ അപമര്യാദയായിട്ട് പെരുമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സ്ത്രീകളാൽ അപമാനിക്കപ്പെടാതിരിക്കുവാനുള്ള പ്രത്യേക ശ്രദ്ധയും ചെലുത്തണം എന്നു പറയാം. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പിന്നീട് മാറി വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട് എന്നു പറയാം. ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് 9-ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴം നിൽക്കുന്നത് കാരണം എല്ലാ ഗ്രഹങ്ങളുടെയും അവസ്ഥകൾ മോശമാണെങ്കിലും 9-ൽ വ്യാഴം നിൽക്കുന്ന കാരണം അതിനെല്ലാം പരിഹാരമായി എന്ന് പറയാം. അത് കാരണം കൊണ്ട് തന്നെ ധനസമ്പാദ്യങ്ങൾ കൂടുതൽ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുവാനുള്ള സാധ്യതകളും, സന്താനങ്ങളെ കൊണ്ടുള്ള സൽകീർത്തിയും പ്രശസ്തിയും, അവരെ കൊണ്ടുള്ള മഹാത്മ്യങ്ങളും, അവരെ കൊണ്ടുള്ള നേട്ടങ്ങളും, അഭിമാനപരമായിട്ടുള്ള നേട്ടങ്ങളും, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മക്കളിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. പൊതുവെ ധൈര്യം, ആരോഗ്യം, ശക്തി എന്നിവയും കൂട്ടുകാരന്മാരുടെ സഹായങ്ങളും സഹോദരന്മാരുടെ ബലങ്ങളും ബന്ധുബലവും നന്നായി കാണുന്നുണ്ട്. അതുപോലെ വിവാദ മംഗളാദി കർമ്മങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുവാനും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായാലും അതുപോലെ തന്നെ പഠനത്തിനായാലും തൊഴിലിനായാലും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും വിദേശ രാജ്യത്തിൽ പോയി തൊഴിലെടുക്കുവാനും വിദ്യാഭ്യാസം നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശത്തേക്കായിട്ട് പുറപ്പെടാൻ നിൽക്കുന്നവർക്ക് അനുയോജ്യപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭാഗ്യവശാൽ നമ്മളെ തേടിയെത്തുന്ന പലവിധ വിസകളോ അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ ഏജൻറ്റുമാരുകളോടോ എല്ലാം വളരെ ഒത്തപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. അതിനു വേണ്ടി ചിലവാക്കുന്ന ധനങ്ങളൊന്നും പാഴായി പോവില്ല എന്നാണ് പറയുന്നത്. അഥവാ ഏതെങ്കിലും കാരണവശാൽ മിസ്സാകുകയാണെങ്കിലും കൂടിയിട്ട് നമ്മൾക്കത് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് എന്ന് പറയാം. കുടുംബത്തിൽ ഐക്യത വളരെ കൂടുതലായിരിക്കും, ഐക്യബന്ധങ്ങൾ കൂടുതലായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വളരെ ആഹ്ലാദപരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും വിശേഷപ്പെട്ട ദിവസങ്ങൾ, അതായത്
ഷഷ്ടിപൂർത്തിയോ അല്ലെങ്കിൽ സപ്തതിയോ അല്ലെങ്കിൽ ആഘോഷങ്ങൾ, പിറന്നാളുകൾ, ചെറിയ കുട്ടികളുടെ പിറന്നാളുകളോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട എന്തെങ്കിലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ നടന്നു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിൽ കൂടുതലും കാണുന്നത് ധനധാന്യ വസ്തുക്കളും ആഭരണ സംബന്ധമായിട്ടുള്ള വസ്തുക്കളും ആഭരണ സംബന്ധമായിട്ടുള്ളതും ലോക സംബന്ധമായിട്ടുള്ള വസ്തുക്കളും വിൽപ്പന നടത്തുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും യഥേഷ്ട വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബിസിനസ്സിനെ പറ്റി പഠിക്കുവാനും പുതിയ ബ്രാഞ്ചുകളെ പറ്റി ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയും കൂടുതൽ ചിന്താകുലനായിട്ട് ആലോചിച്ച് അതിൽ വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്റ്റീൽ സംബന്ധമായിട്ടും മെഷീനറി സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടും മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ടെക്നോളജികൾ സംബന്ധമായിട്ടുള്ള, അതായത് മെഷീനറി സംബന്ധമായിട്ടുള്ള പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള എംടെക് സംബന്ധമായിട്ടുള്ള എഞ്ചിനീയർമാർക്കെല്ലാം ഉയർന്ന തലത്തിലുള്ള ബുദ്ധി ഉണർവുകളും മേൽക്കോയ്മകളും അതിൽ വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. മെക്കാനിക്കൽ സർവീസ് നടത്തുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ വൻകിട മെഷീനറി സംഭവങ്ങളെല്ലാം പുതിയ പുതിയ ഐറ്റംസുകളെല്ലാം ഇറക്കുവാനുള്ള സാധ്യതകളും അത് കണ്ടുപിടിക്കാനുള്ള സാധ്യതകളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ IT സംബന്ധമായിട്ടുള്ള മേഖലകൾ, സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകൾ, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലകൾ, ഗൃഹോപകരണ സംബന്ധമായിട്ടുള്ള മേഖലകളിലെല്ലാം മെച്ചങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. മൊബൈൽ തരംഗം വളരെ വിപുലമായിട്ടുള്ള ഈ കൂറുകാർക്ക് മൊബൈൽ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ തകർത്തടിച്ച് പൊളിച്ചു വരുന്ന ഒരു ബിസിനസ് സംബന്ധമായിരിക്കും കാണുന്നത് എന്ന് തന്നെ പറയാം. ഭാഗ്യവശാൽ തന്നെ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ഭാഗ്യക്കുറി, ലോട്ടറി ഭാഗ്യം അങ്ങനെയുള്ളതും ചെട്ടി പെട്ടെന്നെല്ലാം കിട്ടുവാനുള്ള കാര്യങ്ങളും കുറികളെല്ലാം ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് നമുക്ക് ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള കാര്യങ്ങളും, ലക്ഷങ്ങൾ കൊണ്ട് കളിക്കുന്നവരും കോടികൾ കൊണ്ട് കളിക്കുന്നവർക്കും കോടികൾ കൊണ്ട് കളിക്കുന്നവർക്ക് കോടികളുടെ വരുമാനവും, ലക്ഷങ്ങൾ കൊണ്ട് കളിക്കുന്നവർക്ക് ലക്ഷങ്ങൾ വരുമാനവും, ബിസിനസ്സിൽ ലക്ഷങ്ങൾ ഇറക്കുന്നവർക്ക് അതിൻ്റെ 10 മടങ്ങ് കിട്ടുവാനുള്ള സാധ്യതകളും എല്ലാം ഒരുക്കങ്ങളെല്ലാം ഇവർ കാണുന്നുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട്, ഭാഗ്യാനുഭവങ്ങളുണ്ട്, ദൈവാനുഗ്രഹങ്ങളുണ്ട്, പിതൃക്കന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട്, മാതൃക്കന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട്, സകല ദേവാംശന്മാരുടെ അനുഗ്രഹങ്ങളും ഇവർക്ക് കാണുന്നുണ്ട്. അത് കാരണം ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ ഇവിടെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതും അതുപോലെ തന്നെ അനുഭവിക്കാൻ പോകുന്ന വസ്തുതകളും എന്ന് പറയാം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും തൊഴിലിലും അനുഭവങ്ങളിലും മാറ്റങ്ങൾ വരുന്നത് ഇവർക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരവസ്ഥകളാണ് ഉള്ളത് എന്ന് തന്നെ പറയാം. കുറേയേറെ പ്രശ്നങ്ങൾ ഉള്ളത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ജോലി ചെയ്യുന്നവർക്കും ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിരാശയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകൾ, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ചൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. അഥവാ അബദ്ധം പറ്റുകയാണെങ്കിൽ ശിവലിംഗം, ധാര, വിളക്ക്, മാല എന്നിവയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് മൂലം ഈ ദോഷവശങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ഈ കൂറുകാർക്ക് തന്നെ കുറച്ചുകൂടി വില കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഉയർച്ച വേണം എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ജാതകത്തിൽ കുറച്ചൊരു ദോഷകാലമാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ മതി. അതായത് ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന തുലാക്കൂറുകാർക്ക് ഭഗവത് സേവ ചൊവ്വാഴ്ചയും, അതുപോലെ ചോതി നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് ആ ചോതി നക്ഷത്രം വരുന്ന ദിവസം നാഗങ്ങൾക്ക് നാഗപൂജ, നൂറുംപാലും എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടും സർപ്പബലി നടത്തുന്നതും വളരെ ഉത്തമമായിട്ടും കാണുന്നുണ്ട്. അതുകൂടാതെ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന തുലാക്കൂറുകാർക്ക് മഹാവിഷ്ണുവെങ്കിൽ മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസ നിവേദ്യം അല്ലെങ്കിൽ തിർമധുരം എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉത്തമകരമായിട്ട് കണ്ടുവരുന്നുണ്ട്. നമസ്കാരം.